നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി കടുപ്പിക്കുന്നു. ഒരാഴ്ചക്കിടെ നാടുകടത്തിയത് 97,077 പേരെ. ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് സൗദി ഗവൺമെന്റ്. സൗദി അറേബ്യയുടെ എല്ലാ മേഖലകളിലും വിവിധ സുരക്ഷാ വകുപ്പുകളും പാസ്പോർട്ട് ഡയറക്ടറേറ്റും നടത്തിവരുന്ന പരിശോധനകൾ തുടരുകയാണ്. നിരവധി പേരാണ് കഴിഞ്ഞ 7 ദിവസത്തിനിടെ മാത്രം അറസ്റ്റിലായതായി അധികൃതർ പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത്. നിയമലംഘനങ്ങൾ നടത്തിയ 9,777 വിദേശികളെ സൗദി അറേബ്യ നാടുകടത്തിയിരിക്കുകയാണ്. താമസ, തൊഴിൽ, അതിർത്തി, സുരക്ഷാ നിയമലംഘനങ്ങൾക്ക് നടപടി നേരിട്ട വിദേശികളെയാണ് നാടുകടത്തിയത്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇത്രയും പേരെ നാടുകടത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 16,250ഓളം വിദേശികളെ ഇതേ നിയമലംഘനങ്ങൾക്ക് പുതുതായി പിടികൂടിയിട്ടുണ്ട് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 9,343 പേർ താമസ നിയമം ലംഘിച്ചവരാണ്. അതിർത്തി സുരക്ഷാ ചട്ടം ലംഘിച്ചവർ 4,555ഉം തൊഴിൽ നിയമലംഘകർ 2,352മാണ്. ഒരാഴ്ചക്കിടെ പിടിയിലായ 16,250 പേരിൽ 9,343 പേർ സൗദി അറേബ്യയിലെ താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ്. അതിർത്തി സുരക്ഷാ ചട്ടം ലംഘിച്ച 4,555 പേരും തൊഴിൽ നിയമലംഘകരായ 2,352 പേരും രാജ്യാതിർത്തി വഴി അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ 785 പേരെയും സൗദി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവരിൽ 62% പേർ യമനികളും 27% പേർ എത്യോപ്യക്കാരും 11% പേർ മറ്റു രാജ്യക്കാരുമാണ്. 18 പേർ സൗദി അറേബ്യയിൽ നിന്ന് അനധികൃതമായി പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. താമസ, തൊഴിൽ നിയമലംഘകരെ കടത്തിക്കൊണ്ടുവരികയും നിയമലംഘകർക്ക് അഭയം നൽകുകയും ചെയ്തുവെന്ന് 13 പേരും അറസ്റ്റിലായിട്ടുണ്ട്. 42,269 നിയമലംഘകർ നിലവിൽ നടപടിക്രമങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. അതിൽ 35,045 പുരുഷന്മാരും 7,224 പേർ സ്ത്രീകളുമാണ്. ഇതിൽ 36,316 പേരുടെ യാത്രാരേഖകൾ ശരിയാക്കുന്നതിന് അവരവരുടെ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് അറിയിച്ചു. 204 പേരുടെ യാത്രാ നടപടികൾ പൂർത്തിയായി വരുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഇത്തരം തൊഴിൽ, താമസ, അതിർത്തി നിയമലംഘകർക്ക് ഗതാഗത, പാർപ്പിട സൗകര്യങ്ങൾ നൽകുന്നവർക്കും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തിനകത്തേക്കുള്ള പ്രവേശനം സുഗമമാക്കുകയോ ഗതാഗതമോ പാർപ്പിടമോ മറ്റേതെങ്കിലും സഹായമോ സേവനമോ നൽകിയാൽ 15 വർഷം വരെ തടവും പരമാവധി 10 ലക്ഷം റിയാൽ പിഴയും ശിക്ഷയായി ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങളും താമസ കേന്ദ്രങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യും. താമസരേഖയില്ലാത്ത പ്രവാസികളെ ജോലിക്ക് നിയമിച്ചാൽ തൊഴിലുടമകൾക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപന മാനേജർക്ക് 1 വർഷം വരെ തടവും സ്ഥാപനത്തിന് 5 വർഷം വരെ റിക്രൂട്ട്മെന്റ് നിരോധനവും ഏർപ്പെടുത്തും. മാനേജർ വിദേശിയാണെങ്കിൽ നാടുകടത്തുകയും ചെയ്യും. താമസരേഖയില്ലാത്ത പ്രവാസികളെ ജോലിക്ക് നിയമിക്കുക, തങ്ങളുടെ ജീവനക്കാരെ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുക, മറ്റ് ബിസിനസ്സുകളിലേക്ക് ജീവനക്കാരെ ഔട്ട്സോഴ്സ് ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾ കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾക്ക് 1 ലക്ഷം റിയാൽ പിഴ ചുമത്തും. നിയമലംഘകർക്ക് ജോലി, താമസ സൗകര്യം, യാത്രാ സൗകര്യം എന്നിവ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. താമസം, ജോലി, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ എന്നിവയുടെ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുള്ള സുരക്ഷാ അധികാരികളുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കണമെന്നും ട്വിറ്ററിലൂടെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മക്ക, റിയാദ്, ഷർഖിയ എന്നീ പ്രദേശങ്ങളിലുള്ളവർക്ക് 911 എന്ന നമ്പറിൽ വിളിക്കാം. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർ 999 ആണ് ഡയൽ ചെയ്യേണ്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.